ഹലോ ഹലോ. ഹലോ സാറേ പോലീസ് സ്റ്റേഷനാണോ? പോലീസ് സ്റ്റേഷനാണ്. കള്ളം പറയല്ലേ സാറേ? പോലീസ് സ്റ്റേഷനാണല്ലോ. നെയിം ബോർഡ് ഉണ്ട്. പോലീസ് സ്റ്റേഷനാണ്. പോലീസ് സ്റ്റേഷനാണ്. ഓ സാറേ കള്ളം പറയും സാർ, ചുമ്മാ വെറുതെ. അയ്യോ സത്യമായിട്ടും പോലീസ് സ്റ്റേഷനാണ്. ഇത് പോലീസ് സ്റ്റേഷനാണ്, ഉണ്ടാവണം ഉറപ്പ്. എത്ര പോലീസ് സ്റ്റേഷൻ? പോലീസ് സ്റ്റേഷൻ. നിന്റെ വായിലത്തെ പഴമാണ്. നിനക്ക് എന്താ കാര്യം തുറന്നു പറയുന്നു? ഓക്കെ സാർ, മനസ്സിലായി. പോലീസ് സ്റ്റേഷൻ വെച്ചോ. ഓക്കെ. എടാ പോലീസുകാർ മണ്ണന്മാരാന്ന് പറഞ്ഞ് കറക്റ്റ് തന്നെയാ. എന്ത് മണ്ടത്തരം കാണിച്ചു സാർ? ലാപ്ടോപ്പിൽ സിനിമ കണ്ടോണ്ടിരിക്കുമല്ലോ. എന്റെ പൊന്ന് സാറേ, ലാപ്ടോപ്പിൽ സിനിമ കാണുമല്ല. ഈ പോലീസ് സ്റ്റേഷനൊക്കെ ഹൈടെക് ആക്കിയ വിവരം സാർ അറിഞ്ഞില്ലേ? ഹൈടെക് എന്ന് പറഞ്ഞാൽ എന്റെ പൊന്ന് സാറേ, സിറ്റി മുഴുവൻ CC ക്യാമറ നിരീക്ഷണത്തിലാണ്. സിറ്റി മുഴുവൻ നമുക്ക് ഇവിടെ നിയന്ത്രിക്കാൻ പറ്റും, കാണാൻ പറ്റും. MG റോഡ് വെച്ചേരാം. MG റോഡ് ഒന്ന് സൂം ചെയ്ത് സൂം ചെയ്ത് മാറ്റോ അത് വേണ്ട, അത് വേണ്ട. ഇത് വെക്ക്, മേനക വെക്ക്. മേനകയും ഓക്കെ സാർ, മേനക വെച്ചു. അവിടെ മാറ്റും. നമ്മുടെ കാക്കനാട് ഇൻഫോ പാർക്ക് വെക്ക്. എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ പറ സാർ. അത് പറയാൻ നീ വെക്ക്, സൂം ചെയ്യ. ഓക്കെ, ഇൻഫോ പാർക്ക്. ഓക്കെ, വണ്ടിയെട്. എന്താണ് സാർ, എവിടെ പോകും സാർ? സാർ അവിടെ തട്ടുകട തുറന്നു കിടക്കുന്നു. എനിക്കാണ് ഈ വിശന്നിട്ടും മേലെ. ഞാൻ തട്ടുകട നോക്കുമല്ലായിരുന്നോ? ദോശ. ഒരു IG എന്നതിലുപരി ഒരു മകൻ നഷ്ടപ്പെട്ട അമ്മ കൂടിയാണ് ഞാൻ. തന്റെ ഒന്നും ഈ വളിച്ച കോമഡിക്ക് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇന്നേക്ക് എന്റെ മകൻ നഷ്ടപ്പെട്ടിട്ട് 4ാമത്തെ ദിവസമാണ്. എന്റെ 10 വർഷത്തെ സർവീസിനിടയിൽ ഒരു തുമ്പ് പോലും കിട്ടാത്ത കേസാണിത്. വെറും 4ാം ക്ലാസ് മാത്രം യോഗ്യതയുള്ള ജോർജ് കുട്ടി. നമ്മൾ കേരള പോലീസിനെ എല്ലാരും നട്ടം ചുറ്റിക്കാണ്. അതുകൊണ്ട് ഞാൻ ആകെ ടെൻഷനില്ല. എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? കേസ് CBI ഏൽപ്പിച്ചു. ഈ ബോൾച്ചാട്ടിന്റെ ഫ്രണ്ടിൽ തട്ടുകടന്ന സിബിനെ ഏൽപ്പിച്ചിരുന്നു. അവൻ ഉഴപ്പും. നീ എന്നെ ഈ പറഞ്ഞ ഉഴപ്പും. എന്റെ പൊന്ന് CBI. ദോശ തന്നെ ഉഴപ്പിയാ തരുന്നത്. ഉഴപ്പും. CBI അല്ല, CBI അല്ല, CBI. അയ്യർ സാർ. ഇതെന്നാ ബോമൻ മോളിലെ പട്ടിയോ? കുറെ സാറെന്താ നോക്കുന്നേ? സാറ് നോക്കണ വേറെ ഒന്നല്ല, ഇന്നലെ വന്നപ്പോഴേ ഒരു 5ന്റെ തുട്ടി അടിപ്പായിരുന്നു. ശിവന്റെ അമ്പലത്തിൽ നിർത്തിയിടാൻ വെച്ച കാശായിരുന്നു, അത് പോയി. 5ന്റെ പൈസ കളയില്ല. ഞാനെടുക്കില്ല. കൂടത്ര പൈസ കാണിക്കും. അതെ മാഡം, എന്തിനാ ഞങ്ങള് CBIക്കാരോട് വരാൻ പറഞ്ഞത്? എന്റെ മകൻ നഷ്ടപ്പെട്ടിട്ട് ഇന്നത്തേക്ക് 4ാമത്തെ ദിവസം. പേപ്പറിലൊരു പരസ്യം കൊടുത്താ പോരെ? 2 ദിവസം കഴിയുമ്പോൾ അറിയുമല്ലോ. അതല്ല, മാഡത്തിന്റെ മകൻ മിസ്സിംഗ് ആണ്. ഈ ചീള് കേസിനൊക്കെ എന്തിനാ നമ്മളോട് വരാൻ പറഞ്ഞത്? ഭയങ്കര ബോറാണ് ട്ടാ. എന്താണ് മകന്റെ പേര്? വരുൺ. ഈ കാണാതായവരുടെ ഫോട്ടോസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ചാക്കോ, എന്നാ സാർ? അവനൊരു അസലും ഒളിഞ്ഞോട്ടക്കാരനാണ്. അത് മനസ്സിലായി. പൂച്ചയുടെ കണ്ണുണ്ടല്ലോ, പൂച്ച കണ്ണാണ് അവന്. ശരിയാണ്. നോക്കും. പിന്നെ എല്ലായിടത്തും പൂച്ച പാല് കുടിക്കുന്ന ആരും അറിയണില്ല വിചാരം. നമ്മൾ CBIക്കാര് കണ്ടുപിടിച്ചിരിക്കും. അതെ, ഈ വരുണിന് ഏതെങ്കിലും വിധത്തിലുള്ള റിലേഷൻസ്? പാലയിലുള്ള ഒരു ജോർജ് കുട്ടിയുടെ മകളായിട്ട് സംതിങ്. ചാക്കോ, നമുക്ക് ആ വീട് വരെ ഒന്ന് പോണം. നമ്മുടെ വീട്ടിലേക്ക്. നമ്മുടെ വീട്ടിലേക്കല്ലേ, ജോർജ് കുട്ടിയുടെ വീട് വരെ പോണം. സെക്കൻഡ് സാർ, അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാലോ. കമോൺ മിസ്റ്റർ CBI. കല്യാണം കഴിച്ചതാണോ? കല്യാണം. എന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നിങ്ങൾക്കറിയില്ല. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എനിക്കറിയാം. ഇവിടുന്ന് ടൊണന്ന് കാണിക്കാതെ എന്റെ കൂടെ പാടോ. സോറി സാർ. ഇപ്പൊ വേണ്ട. എന്ത്? ചായല്ലേ? അല്ല, ഇച്ചായെന്ന് വിളിച്ചതാ. എനിക്കാകെ പേടിയാകുന്നു. കേസ് അന്വേഷിക്കുന്നത് സേതുരാമയ്യർ CBI. ജയിലിലാകും എന്നുള്ളത് ഉറപ്പാ. മോളിക്കുട്ടി, നീ പേടിക്കണ്ടേ. എന്റെ കൊക്കിന് ജീവനെടുത്തോളം കാലം നിന്നെയും എന്റെ മക്കളെ ഞാൻ ഒറ്റി കൊടുക്കില്ല. നീ മക്കളെ വിളി. മക്കളെ, മക്കളെ, ഭയവും ടെൻഷനും നമ്മളെ മനസ്സിൽ എപ്പോ കയറിയാലും നമ്മൾ അപകടത്തിലാവും. അതുകൊണ്ട് ഇനി എന്ത് സംഭവിച്ചാലും നമ്മൾ ഭയക്കരുത്. എന്റെ മക്കളായി പോയില്ലേ, നമ്മൾ നീ എന്തെങ്കിലും ബുദ്ധി ഉപയോഗിച്ചേ പറ്റും. എന്നാലും ഒരുപാട് സിനിമകൾ ഞാൻ കണ്ടതല്ലേ, ചില സിനിമകളുടെ ഓർമ്മകൾ എന്റെ മനസ്സിൽ വരുന്നുണ്ട്. നിങ്ങൾ ഈ വൃത്തികെട്ട സിനിമ കാണുന്ന ഒന്ന് നിർത്തിയിട്ട് ഇങ്ങോട്ട് വാ. അപ്പൊ ഒക്ടോബർ 2-ന്
നമ്മൾ എവിടെ പോയി? സേവനവാരത്തിന്. അന്ന് ഗാന്ധി ജയന്തി അല്ലേ ഇച്ചായ? ഓഗസ്റ്റ് ഓഗസ്റ്റ് ഒരു മാസം കൂടി. ഓഗസ്റ്റ് ഓഗസ്റ്റ് 2 നമ്മൾ ധ്യാനത്തിന് പോയി. ഇല്ല, സുരേഷിനോട് സിനിമയ്ക്ക് പോയില്ല. നമ്മൾ എവിടെ പോയി മക്കളെ? ധാന്യത്തിന് പോയി. മണ്ണെണ്ണയ്ക്ക് പോയി. ധ്യാനത്തിന് പോയി. മക്കളെ ധാന്യം അല്ല, പിന്നെ ധ്യാനത്തിന് പോയി. ധ്യാനത്തിന് പോയി. എവിടെ പോയി? ധ്യാനത്തിന് പോയി. എവിടെ പോയി? ധ്യാനത്തിന് പോയി. അതും പാറേപ്പള്ളി. എവിടെ? പാറേപ്പള്ളി. 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 അച്ഛൻ റിഹേഴ്സൽ എന്നെ ടൈം താ. അപ്പോ നമ്മൾ പാറേപ്പള്ളിയിൽ സേവനവാരം. എന്താ ദൈവമേ, ധ്യാനപ്പള്ളിയിൽ പാറപ്പള്ളിയിൽ പോയി. അങ്ങനല്ല. പാറേപ്പള്ളി ധ്യാനത്തിന് പോയെന്നല്ലേ ഇച്ചായ? അതെ, അതെ. അങ്ങനെ തന്നെ. CBI നിന്റെ അടുത്ത് മറിച്ചും തിരിച്ചും ചോദ്യങ്ങൾ ചോദിച്ചാൽ നീ എങ്ങനെ പറയും? തിരിച്ചും മറിച്ചും ഉത്തരം പറയും. എന്തൊരു ദോഷയെ തിരിച്ചും മറിച്ചും പറയാൻ. മക്കളെ, CBI എന്ന് പറഞ്ഞ ക്രൂരന്മാരാണ്. ചിലപ്പോ ഒരുപാട് ഉപദ്രവിക്കും. നിങ്ങൾ ഉപദ്രവിക്കും. അയ്യോ, മമ്മി ഉപദ്രവിക്കും. ചിലപ്പോ മമ്മിയുടെ നഖം, ചിലപ്പോ മമ്മിയെ കെട്ടി തൂക്കി. അപ്പൊ നമ്മൾ പാറേപ്പള്ളിയിൽ ധ്യാനത്തിന് പോയി. ധ്യാനത്തിന്. എന്തിനു പോയി? ഞാറപ്പള്ളിയിൽ പാറയിൽ പോയി. എവിടെയെങ്കിലും പോയി മാടി. അയ്യോ, അയ്യോ. ആരുമില്ല അവിടെ? ആരുമില്ലേ? അല്ല, മനസ്സിലായില്ല. 3 പ്രാവശ്യം സാറിന്റെ പടം കണ്ടില്ലെന്ന് തോന്നുന്നു. സാറില്ല, വിട്ടേക്ക്, ഞാൻ പരിചയപ്പെടുത്താം. ഐ ആം സേതുരാമയ്യർ, CBI. CBI, CPM, M, FRCC, DSP. ഡിഗ്രി ഫസ്റ്റ് ഇയർ ബോട്ടണി. ജയിച്ചാ? തോറ്റുപോയി. തോറ്റോ? എന്റെ സാറ് SBI അല്ല, CBI. CBI. നിങ്ങളാണോ ഈ ജോർജ് കുട്ടി? ആൻസർ. അതെ, ജോർജ് കുട്ടി. കാണാതെ പോയ മരിച്ച വരുണിന്റെ ബോഡി തേടിയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഈ വീട്ടിൽ ജോർജ് കുട്ടി ഒറ്റക്കാണോ താമസം? ഞാൻ ഒറ്റയ്ക്കാണ് സാർ. ഒറ്റക്കാണോ? ഭാര്യയും മക്കളും ഉണ്ട്. പിന്നെ ഒറ്റക്കാണെന്ന് പറഞ്ഞു. വിളിക്ക്, അവരെ വിളിക്ക്. മക്കളെ വാ. സാർ, ഇത് മോളിക്കുട്ടി. ഇത് ആനക്കുട്ടി അല്ല, ആനിക്കുട്ടി. ആനിക്കുട്ടി. അത് കുട്ടിയും കോലും അല്ല, മേരിക്കുട്ടി. നേരിക്കുട്ടി. എല്ലാം കുട്ടികളാണല്ലോ. കുട്ടികൾ മാത്രമല്ലോ, തന്തൊന്നുമില്ലേ? ഞാൻ ഇവളും തന്തയാണ് സാർ. രണ്ടുപേരും തന്തയാണ്. ഇവൾ തള്ള. അപ്പൊ നിങ്ങൾ എല്ലാവരും ഞങ്ങൾ ഒന്നാണ് സാർ. നിങ്ങൾ ഒന്നല്ല, പിന്നെ നിങ്ങൾ 1001. അതെങ്ങനെ? അങ്ങനെ സാറേ, 1 0 0 1. ധ്യാനത്തിന് പോയി. ഞങ്ങൾ പാറേപ്പള്ളി ധ്യാനത്തിന് പോയി. അതിന് ഞാനിവരോട് ചോദ്യം ഒന്നും ചോദിച്ചില്ലല്ലോ. സാർ ചോദിച്ചില്ലേ? ഇല്ല. ജോർജ് കുട്ടി, നിങ്ങളുടെ ഭാര്യ മോളിക്കുട്ടിയെ എനിക്ക് ഒറ്റ മുറിയിലിരുന്ന് ചോദ്യം ചെയ്യേണ്ടി വരും. കേസിന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം. അത് നടക്കില്ല സാർ. നടക്കണം. ഇല്ല, പറ്റില്ല. നടക്കണം. വി ആർ ഫ്രം CBI. അത് സാധിക്കില്ല സാർ. സാധിക്കണം. ഇല്ല സാർ, പറ്റില്ല. എടോ, എന്നെ വിശ്വാസമില്ല എനിക്ക്. സാറിന് വിശ്വാസമുണ്ട്, പക്ഷെ എനിക്ക് ഇവിടെ വിശ്വാസമില്ല സാർ. ചാക്കോ, സാർ, take the paper, take the paper, take the paper. പേപ്പർ എടുക്കണോ? പേപ്പർ എടുക്കാനേ പറഞ്ഞേ. ആ, ഞാൻ വിചാരിച്ച ആകാശത്തേക്ക് വെടിവെച്ചായിരിക്കുന്നു. ടേക്ക് ദി പേപ്പർ, ടേക്ക് ദി പേപ്പർ. ഇതെന്താണത്? നോട്ട് ദ പോയിന്റ്, നോട്ട് ദ പോയിന്റ്, നോട്ട് ദ പോയിന്റ് എന്ന് എഴുതി വെച്ചാൽ. സാറ് 4 പ്രാവശ്യം എന്നോട് പറഞ്ഞായിരുന്നു നോട്ട് ദി പോയിന്റ്. ഇനിയെങ്കിലും നോട്ട് ചെയ്യ് പ്ലീസ്. മിസ്റ്റർ ജോർജ് കുട്ടി, മരിച്ച വരുൺ കൊല്ലപ്പെടുന്നതിന് മുമ്പായിട്ട് മരിച്ചിരുന്നു എന്ന് ഇവിടെ ഒന്ന് പറഞ്ഞു. മനസ്സിലായില്ല? ഒന്നുകൂടി പറയാം. മരിച്ച വരുൺ കൊല്ലപ്പെടുന്നതിന് മുമ്പായിട്ട് മരിച്ചു കഴിഞ്ഞ തിരിച്ചറിയൽ പീരീഡിനായിട്ട് ഇവിടെ ചാക്കോ നമ്മളാ ലോഡ്ജിന്റെ ഉടമയെ കസ്റ്റഡിയിൽ എടുത്തില്ലേ? കൊണ്ടോ? അല്ല സാർ, ഈ മരിച്ചവരൻ അത് വിട്ടുകളാം. അത് കയ്യിൽ നിന്ന് പോയായിരുന്നല്ലേ ഞാൻ ഈ കേസ് പറഞ്ഞു. മിസ്റ്റർ ജോർജ് കുട്ടി, ഞാൻ ഒന്നും കൂടി ആവർത്തിക്കാം. മരിച്ച വരുൺ മരിക്കുന്നതിന് മുമ്പായിട്ട് മരിച്ച വീട്ടിൽ വന്ന് തിരിച്ചറിയൽ പരേഡുമായി ആരെങ്കിലുമായിട്ട് ബന്ധമുണ്ടെന്ന് നിങ്ങളോട് കൊല്ലപ്പെടുന്നതിന് മുമ്പ് പറഞ്ഞതായിട്ട് ആർക്കെങ്കിലും അറിയാം? ഓക്കെ, താങ്ക് യു. ഇപ്പോഴാണ് താൻ രക്ഷപ്പെടുത്തിയത്. ഓക്കെ, ഇവനാണ് സാർ. എന്താ തന്റെ പേര്? മോനായി.
തനിക്ക് മോനായോ മോളായോ എന്നല്ല എന്റെ ചോദ്യം. എന്താണ് തന്റെ പേര്? ഏമാനെ എന്റെ പേര് മോനായി എന്നാണ്. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് കൊച്ചുങ്ങളില്ല. ഓക്കെ. ഈ നിൽക്കുന്ന ജോർജ് കുട്ടിയെ താൻ അറിയോ? ഏത് അറിയും സാറേ, അറിയും. കഴിഞ്ഞ ഓഗസ്റ്റ് 2-ന് ജോർജ് കുട്ടിയും ഭാര്യയും പാറേപ്പള്ളിയല്ല, ഞാനിവിടെ ചോദിക്കും, നിങ്ങൾ മിണ്ടരുത്. കഴിഞ്ഞ ഓഗസ്റ്റ് 2-ന് ജോർജ് കുട്ടിയും ഭാര്യയും നിങ്ങളുടെ ലോഡ്ജിൽ വന്ന് റൂം എടുത്തോ? സാറേ കഴിഞ്ഞ ഓഗസ്റ്റ് മാത്രമല്ല, ഈ പുള്ളി എല്ലാ മാസവും റൂം എടുക്കും. അറിയോ? നിങ്ങൾ ഇത്രയും കാലം നന്ദി ഞാൻ വിചാരിച്ചില്ല. ഞാൻ ഇവിടുന്ന് പോവാ. നീയല്ല ചേട്ടാ, നിങ്ങളൊന്നും പറയട്ടെ, എനിക്ക് എല്ലാം മനസ്സിലായി. ഞങ്ങളിപ്പോ വരുണ്ട കൊല കേസാണ് അന്വേഷിക്കുന്നത്. ഇത് പോയാ ഈ കേസ് വിടില്ല. അതൊക്കെ അതിന്റെ സ്പെഷ്യലി ചാക്കോയാണ്. അത് ചാക്കോയായിട്ട് വേറെ ദിവസം വരും. ഒറ്റയ്ക്ക് വരും. ഒറ്റയ്ക്ക് വരും. ഈ കുട്ടിയാണ് അവിടെ വന്നത്, ഈ സ്ത്രീയാണ് അയാളുടെ ഭാര്യയായിട്ട് വന്നതെന്ന് തനിക്ക് ഉറപ്പുണ്ടോ? നോക്കണം സാറേ, എന്നാലേ പറയാൻ പറ്റുള്ളൂ. വ്യക്തമായിട്ട് നോക്കിട്ട് പറ. ഇത് തന്നെയാ സാറേ, ഓക്കെ, ഇത് തന്നെയാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അന്ന് അവിടെ ഇവര് വന്ന് റൂം എടുത്തു. റൂം എടുത്തു. എന്നിട്ട് ആ ലോഡ്ജ് മുറിയിൽ എന്താണ് സംഭവിച്ചത്? അന്നൊരു ഒന്ന് റൂം എടുത്തു കഴിഞ്ഞപ്പോ തന്നെ ഈ പെണ്ണില്ലേ, ഈ പെണ്ണ് എനിക്ക് തിന്നാൻ വേണമെന്ന് പറഞ്ഞ് ഒച്ച ഉണ്ടാക്കി. അന്നേരം ഈ പുള്ളി പിള്ളേരെ വിളിച്ചോണ്ട് പോയി. അന്നേരത്തേക്ക് പിന്നെ ഈ ചേച്ചി ബാത്റൂമിൽ കയറി കുളി തുടങ്ങി. കുളി 1 മണിക്കൂർ വിളിച്ചു സാറേ. അന്നേരം താൻ എവിടെയായിരുന്നു? അന്നേരം ഞാൻ റിസപ്ഷനിൽ നിന്ന് കണക്ക് നോക്കുമായിരുന്നു. റിസപ്ഷനിൽ ഇരുന്ന് കണക്ക് നോക്കുന്ന ആള് ഇവര് കുളിച്ചത് എങ്ങനെ കണ്ടുപിടിച്ചു? സാർ ക്യാമറ വെച്ചിട്ടുണ്ട് സാർ. ക്യാമറ വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ലോഡ്ജിലോ? ഇല്ല സാറേ, ഞങ്ങളുടെ ലോഡ്ജിൽ അങ്ങനെ കാണിക്കത്തില്ല. പിന്നെ ക്യാമറ ഒന്നും വെക്കത്തില്ല. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ നേരിട്ട് പോയി കണ്ടുപിടിക്കുള്ളൂ, അല്ലാതെ ക്യാമറ വെക്കത്തില്ല സാറേ. അത് എന്നാന്നറിയോ സാറേ, ശരിക്കും പറഞ്ഞാൽ വെള്ളം വീണു ഒച്ച കേട്ടു. കുറെ നേരമായിട്ട് വെള്ളം ഒഴിച്ച് കളഞ്ഞ ആരാന്നറിയാൻ വേണ്ടിട്ട് ഞാൻ വന്നു. അപ്പൊ കാണത്തില്ല, ഈ വെന്റിലേഷൻ വഴി ഒരു കസേര എടുത്തിട്ട് അതിന്റെ മേളിൽ ഒരു ബക്കറ്റ് കയറ്റി വെച്ച് അതിന്റെ മേളിൽ ഒരു ചെറിയ പാത്രം കൂടെ വെച്ചിട്ടാണ് എനിക്ക് കാണാൻ പറ്റിയത്. അത് ഞാൻ എത്തി വലിഞ്ഞ് സാറേ വെന്റിലേഷനുകൾ ഇങ്ങനെ കഷ്ടപ്പെട്ടാ സാറേ കണ്ടത്. അതെന്തിനാ താൻ കഷ്ടപ്പെട്ട് കണ്ടത്? ഇതുപോലെ വല്ല കേസും വന്നാൽ തുമ്പ് തരണ്ടേ, അതിന് വേണ്ടിയിട്ടായിരുന്നു സാർ. കേരള പോലീസിന് തുമ്പുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ആ തുമ്പത്ത് കയറി തുഞ്ചത്ത് കയറി നോക്കി. തുമ്പിന് വേണ്ടിയാണ് സാർ. വീട്ടുകാരാണവൻ. ഈ പെണ്ണ് തന്നെയാണ് അത് എന്ന് തനിക്ക് ഉറപ്പുണ്ടോ? സാറേ വ്യക്തമായിട്ട് ഒന്നുകൂടി ഒന്ന് നോക്കണം. ഇതായിരിക്കില്ല സാർ, എന്റെ വൈഫ് ആയിരിക്കില്ല. പെട്ടെന്ന് നോക്ക്. ഇത് തന്നെയാ സാറേ. അവിടെ ഇത് നോക്കി. അത് തന്നെ സാർ. ഇവിടെ ഇത് തന്നെ ഉറപ്പാണ് സാർ. ചാക്കോ, ആദ്യം ഇവനെ കസ്റ്റഡിയിൽ എടുക്കും, അതിനുശേഷം ഇവന്റെ ഫോൺ കസ്റ്റഡിയിൽ എടുക്കണം, അതിനുശേഷം ഇവന്റെ മെമ്മറി കാർഡ് കസ്റ്റഡിയിൽ എടുക്കണം. എന്നിട്ട് ഇവനകത്ത് ഇട്ടേര്. ഇനി പുറം ലോകം കാണിക്കണ്ടോ? നല്ല കസ്റ്റമർ മറക്കാതിരിക്കാൻ വേണ്ടി സാറേ. ജോർജ് കുട്ടി, സാർ. കാര്യങ്ങളൊക്കെ തനിക്ക് എതിരാണല്ലോ. ഇല്ല സാർ, ഒരിക്കലും വരുന്നില്ല. മിസ്റ്റർ ജോർജ് കുട്ടി, രണ്ടാം തീയതി താനും കുടുംബവും എവിടെ പോയി പറഞ്ഞു? പാറേപ്പള്ളി ധ്യാനത്തിന് പോയി സാർ. പാറപ്പള്ളി ധ്യാനത്തിന് പോയി സാർ. പാറേപ്പള്ളി ധ്യാനത്തിന് പോയി സാർ. പാറേപ്പള്ളി ധ്യാനത്തിന് പോയി സാർ. മിസ്റ്റർ മ്യൂസിക് ഡയറക്ടർ, സാർ ധ്യാനം കൂടിയതിനു ശേഷം പിന്നീട് നിങ്ങൾ എവിടെയാണ് പോയത്? സിനിമയ്ക്ക് പോയി സാർ. സിനിമയ്ക്ക് പോയി സാർ. സിനിമയ്ക്ക് പോയി സാർ. സിനിമയ്ക്ക് പോയി സാർ. താങ്ക് യു. അടിപൊളിയാവുന്നുണ്ട് തന്റെ കമ്പോസിംഗ്. അതെ, ഈ സിനിമയുടെ പേരെന്തായിരുന്നു? മറന്നുപോയി സാർ. മറന്നുപോയി സാർ. മറന്നുപോയി സാർ. മറന്നുപോയി സാർ. പൊളിഞ്ഞു പോയില്ലേ ജോർജ് കുട്ടി, പൊളിഞ്ഞു പോയില്ലേ? താൻ ചിലപ്പോ സിനിമയുടെ പേര് മറന്നു പോയിട്ടുണ്ടാവും, പക്ഷെ ഇവര് 3 പേരും മറന്നു പോയില്ലടോ. പാറപ്പള്ളി ധ്യാനത്തിന് പോയി സാർ. സിനിമയ്ക്ക് പോയി സാർ. എന്റെ പാട്ട് പൊളിഞ്ഞു സാർ. പൊളിച്ചു പോയി. സാർ സാർ തെളിവ് കിട്ടി സാർ. തെളിവ് കിട്ടി സാർ. തെളിവ് കിട്ടി. എന്താണ് തെളിവ്? ചാക്ക് കിട്ടി. ജോർജ് കുട്ടി, ചാക്കോക്ക് ചാക്ക് കിട്ടി. ഇനി തന്റെ കാര്യം പോക്കാടോ. ചാക്കോ, ചാക്കിന്റെ കേട്ടോ എനിക്ക് പെട്ടെന്നോട്ടെ. അടിക്കാം സാർ. ഇന്ന് പണിയാണോ തനിക്ക്? ചാക്ക് തുറക്ക്. സാർ യെസ് സാർ, ഇത് വരുണാണോ? അരുണല്ല. അരുണാണോ? അരുണല്ല. കിരണാണോ? കിരണല്ല. പിന്നെ ആരാണത്? ഇത് സിന്ധിയാണ് സാർ. സിന്ധിയ? സിന്ധി പശു. പശുവോ? അതെ സാർ. അരുണിന്റെ ബോഡിയല്ലേ? അല്ല, ഇത് സിന്ധി പശുവിനെ സാർ. ഈ സിന്ധി പശുവിനെ കൊന്ന് ഞങ്ങൾ ഇറച്ചി വെച്ച് പൊരിച്ചും കരിച്ചും എല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ പാറേപ്പള്ളി ധ്യാനത്തിന് പോയി സാർ. ഞങ്ങൾ വരുണിനെ കൊന്നില്ല, അപ്പൊ ഞാൻ കുറ്റവാളി അല്ലല്ലോ സാർ. വരുണിനെ ഞങ്ങൾ കൊന്നില്ല, ഈ പശുവിനാണ് സാർ ഞാൻ കൊന്നത്. ജോർജ് കുട്ടി, താങ്ക് യു സാർ. ഇപ്പോഴാണോ താൻ ശരിക്കും പെട്ടത്? എടോ, ഇവിടെ ഒരാളെ കൊന്ന ഒരു കുഴപ്പമില്ല, പക്ഷെ ഒരു പശുവിനെ കൊന്നാലുണ്ടല്ലോ അത് ക്രിമിനൽ കേസാണ്. ചാക്കോ, bring them. പാറേപ്പള്ളി, ആ പാറ എന്റെ തലയിൽ വിழுന്ന് ഞാൻ ചത്താ മതി.